എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മുട്ട കബാബാണ്. അപ്പോൾ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ടും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ചട്ടി നല്ല ചൂടായതിനു ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. അപ്പോൾ ഞാൻ മീഡിയം സൈസിലുള്ള 2.5 സവാള ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ തന്നെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക. വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കരുത്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളൊക്കെ കളറൊക്കെ മാറി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി പേസ്റ്റാക്കി എടുത്തതാണ്. ഇത് രണ്ടും കൂടി കൂട്ടി മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തതാണ്. ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 4 പച്ചമുളകും കൂടി ചേർത്തിട്ടാണ് അടിച്ചെടുത്തത്. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി കിട്ടോളം നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ശേഷം ഇതിലേക്ക് ചിക്കൻ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ്. അത് മിക്സിയുടെ ജാറിലിട്ട് ചെറുതാക്കിയിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. അധികം പൊടികളൊന്നും ഇതിലേക്ക് ആവശ്യമില്ല. വളരെ കുറച്ച് പൊടികൾ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഈ പൊടികൾ മാത്രം ചേർത്ത് കൊടുത്ത് മസാല ഒന്ന് വഴറ്റിയെടുത്താൽ തന്നെ നല്ല ടേസ്റ്റാണ് ഇതിന്. പിന്നെ ഇതിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടോളം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ശേഷം ഇതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. അപ്പം ഞാൻ മീഡിയം സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങ് ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്ത് ഉടച്ച് വെച്ചതാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം. തീരെ കട്ടകളൊന്നും പാടില്ല. നമുക്ക് മുട്ട പൊതിഞ്ഞെടുക്കാനുള്ളതാണ്. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതായാലാണ് മുട്ട നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നന്നാക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് മല്ലിയിലും കറിവേപ്പിലയും കൂടിയാണ്. ഇത് രണ്ടും കുറച്ചെടുത്തിട്ട് ചെറുതാക്കി മുറിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്കുള്ള ഒരു കോട്ടിംഗ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കുറച്ച് മൈദപ്പൊടി ആവശ്യമുണ്ട്. ഞാനിവിടെ 5 മുട്ട ആണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. ഇനി ഓരോ മുട്ടയും ഈ മൈദപ്പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ഫില്ലിങ് തയ്യാറാക്കുമ്പോൾ ഈ മുട്ടയുടെ മേലെ ഫില്ലിങ് വെക്കുമ്പോൾ നല്ലോണം ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ എല്ലാ മുട്ടയും മൈദയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ഈ മുട്ട ഒന്നിങ്ങനെ പൊതിഞ്ഞെടുക്കാം. അപ്പോൾ ആദ്യം മസാല കുറച്ച് കയ്യിലെടുത്തതിന് ശേഷം ഒന്ന് പരത്തി കൊടുത്തിട്ട് മുട്ടയുടെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചെടുക്കുക. അങ്ങനെ നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഫില്ലാക്കി വെച്ചാൽ മതി. ഇതേപോലെ ഇങ്ങനെ കൈ കൊണ്ട് കൂട്ടി കൊടുക്കുക. അപ്പോൾ മുട്ടയുടെ എല്ലാ ഭാഗത്തേക്കും മസാല ഫില്ലായി വന്നോളും.
അപ്പോൾ ഇതാ ഇതേപോലെ അങ്ങനെ റൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം. വലിയ പ്രയാസമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഒന്ന് ചെയ്തെടുത്താൽ തന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന മസാല 5 മുട്ടക്ക് കറക്റ്റായിരുന്നു, കൂടുതലുമില്ല കുറവുമില്ല. അപ്പോൾ ഇതേപോലെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ടയുടെ ബാറ്ററിലും ബ്രെഡ് ക്രംസിലും കൂടി മുക്കിയിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ ബാറ്ററും ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് ക്രംസ് ഞാനിവിടെ ബ്രെഡ് പൊടിച്ചിട്ട് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി ഇതിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് ആദ്യം മുട്ടയുടെ ബാറ്ററിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കാം. ഇത് 2 പ്രാവശ്യം ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്, എന്നാലേ നല്ല പെർഫെക്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ ഒന്നും കൂടി ഇത് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം. അപ്പോൾ ഇതേപോലെ മുഴുവനായിട്ടും ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ചട്ടി നല്ലോണം ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കൂടുതലായിട്ട് തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഇട്ടെടുക്കാം. ഇത് അത്യാവശ്യം വലിയ സൈസിൽ തന്നെ ഉണ്ടായതുകൊണ്ട് ഇത് മുങ്ങി കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ നമുക്ക് ഇട്ടെടുത്തതിന് ശേഷം ഇതേപോലെ എണ്ണ മുകളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കേണ്ടി വരും. മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. ഉള്ളിലൊന്നും വെന്ത് കിട്ടാനില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. പുറം നല്ല ക്രിസ്പി ആയാൽ ചട്ടിയിൽ നിന്നും കോരി മാറ്റാം. ഇതേപോലെ ബാക്കിയെല്ലാം കൂടി ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇത് മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായ നല്ലൊരു സ്നാക്സാണ്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഉണ്ടാക്കാനും വലിയ പണിയൊന്നുമില്ല, സിമ്പിളാണ്. ഇതേപോലെ ഓരോന്നും പകുതിയായിട്ട് മുറിച്ചിട്ട് നമുക്ക് വേറെ പാത്രത്തിലേക്ക് വെച്ചിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്